ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കൽഹാനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗാണ്. വെറുതെ എൻ്റെ ഗാർഡൻ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് വെറുതെ തനിയെ കിളിച്ച് വരുന്നൊരു പൂവാണ്, നമ്മുടെ ലില്ലിച്ചെടി പോലൊരെണ്ണം. ഇത് നമ്മുടെ ഗാർഡനിലെ ആദ്യത്തെ റോസാമൊട്ടാണ്, ഒരു മഞ്ഞ റോസയാണിത്. ഇത് നമ്മുടെ സ്ട്രോബെറി, ഹാങ്ങിങ് പോട്ടിലെ സ്ട്രോബെറി പൂത്ത് നിൽക്കുക. ഇതാണ് നമ്മുടെ ആപ്പിൾ ട്രീ. നിറയെ പൂത്തിട്ടുണ്ട്, പൂവൊക്കെ ഓൾമോസ്റ്റ് പൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഞാനൊരു ഷോർട്ട് വീഡിയോയിൽ അതിൻ്റെ പൂക്കൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ആപ്പിളിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന നമ്മുടെ ചെറിമരമാണ്. ചെറിമരത്തിലും നിറയെ പൂക്കളുണ്ടായിരുന്നു, ഇപ്പോൾ എല്ലാം കൊഴിഞ്ഞു പോയി. ചെറിയ കായ്മണികളൊക്കെ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിനകത്ത്. അതിൻ്റെ തൊട്ടപ്പുറം നിൽക്കുന്ന ഒരു കുഞ്ഞ് പേർമരമാണ്. പേർമരത്തിൽ കായ്കളായി തുടങ്ങി, ചെറിയ കുഞ്ഞ് കായ്കൾ നിൽപ്പുണ്ട് അതിനകത്ത്. ഇനിയിപ്പം അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ചെറിയ ചെടിയില്ലേ, ഒരു കുറ്റിച്ചെടി, അത് ബ്ലൂബെറിയാണ്. ഇതിലും ചെറുതായിട്ട് കായ്കൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്, പൂവൊക്കെ കൊഴിഞ്ഞ് കായ്കളാകാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു ചെറിയ അരളി നിൽപ്പുണ്ട്. അരളിയുടെ തൊട്ടടുത്ത് തന്നെ ഈ നിൽക്കുന്ന വലിയ മരം എന്ന് പറയുന്നത് പ്ലമ്മാണ്. നല്ല പ്ലമ്മാണ്, ഭയങ്കര സ്വീറ്റായിട്ടുള്ള പ്ലമ്മാണ് ഇതിനകത്ത് പിടിക്കുന്നത്. കറുത്ത പ്ലം കേട്ടോ. അതിലെയും പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയി കഴിഞ്ഞു. ഇപ്പോൾ ചെറിയ കായ്കൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. കാണുന്നില്ലേ ചെറിയ കായ്കൾ നിൽക്കുന്നത്? ഇതാണിപ്പോൾ നമ്മുടെ പ്ലം ട്രീ. പ്ലമ്മിൻ്റെ തൊട്ടടുത്ത് 2 പേർമരം കൂടെ നിൽപ്പുണ്ട്. അതിലും നിറയെ കായ്കൾ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കായ്കളൊക്കെ വലുതായി പഴുത്ത് കഴിയുമ്പോൾ ഞാൻ വീണ്ടും വീഡിയോയിൽ കാണിക്കാം കേട്ടോ, അല്ലെങ്കിൽ ഷോർട്സിൽ കാണിക്കാം. ഇത് നമ്മുടെ മുന്തിരിവള്ളി ചെറുതായിട്ട് തളിർക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പന്തലിങ്ങനെ തളർത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ശരിക്കും പടർന്നു കഴിയുമ്പോഴേ, നിറയെ ഇലകളായി കഴിയുമ്പോഴേ നമുക്കറിയാൻ പറ്റുള്ളൂ. കാറ് മൂടിക്കിടക്കുന്ന ആകാശമാണ്. ഇതിനകത്താണ് നമ്മൾ മുന്തിരി പടർത്തിയിടുന്നത്. ഇത് പിന്നെ എൻ്റെ ഒരു ചെറിയ അമ്പലിൻ്റെ പോട്ടാണ്, നീല അമ്പലാണ് ഇതിനകത്ത്. ഈ പോട്ടിനകത്തുള്ളത് താമരയാണ്. അതിന് നല്ല ചൂടായി കഴിയുമ്പോഴേ താമര കിളിർത്ത് വരുള്ളൂ. റോസ് കളറിലെ താമരയാണ്. പിന്നെ ഇതിനകത്ത് 2 മീനുകളും കിടപ്പുണ്ട്. ഇത് നമ്മുടെ ലില്ലി ചെടി പോലത്തെ ചെടി തനിയെ കിളിച്ച് വരുന്ന കേട്ടോ. ഇത് നമ്മൾ നട്ടു കൊടുത്തൊന്നുമല്ല, തനിയെ വരുന്നതാണ്. ഇനി കുറച്ച് നാൾ നിന്നിട്ട് ഇതങ്ങ് പോകും. ഇത് ശരിക്കും ചെടിയൊന്നുമല്ല കേട്ടോ, ഇത് വീട്ടിൽ വരുന്ന പൂവാണ്. ഇത് ശരിക്കും വാടി കൊഴിഞ്ഞ് കഴിയുമ്പം ഇതിനകത്തുനിന്ന് പോളൻ വരും. അപ്പം അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഇനിയിപ്പോൾ പറിച്ച് കളയണം നമുക്ക്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.